അക്യുപ്രഷർ രീതി, അതുപോലെ തന്നെ കളർ തെറാപ്പി, കാലിലുള്ള മെറീഡിയൻ മസാജ്, യോഗയിലെ കുറച്ച് ടിപ്പുകൾ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഉറക്കത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, വ്യായാമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ എന്ന അസുഖത്തെ നമുക്ക് എന്നേക്കുമായിട്ട് മറക്കാൻ പറ്റും. അതിനെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. ഫാറ്റി ലിവർ എന്നത് ഒരു മരുന്ന് കഴിച്ച് മാറ്റേണ്ട അസുഖമല്ല. ഹലോ, നമസ്കാരം. എല്ലാവരെയും സഞ്ജീവനി മലയാളം ഹെൽത്ത് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഫാറ്റി ലിവർ എങ്ങനെ പ്രകൃതിദത്തമായ ചികിത്സകളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം എന്ന് നോക്കാം. പലരും കമൻറ്റ് ബോക്സുകളിലൂടെ ആവശ്യപ്പെട്ടതാണ് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടുള്ള റെമഡി നിർദ്ദേശിക്കണം എന്നുള്ളത്. കരളിൻ്റെ ആരോഗ്യം നശിക്കുന്നതിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ രീതികൾ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളിലായിരുന്നു കൂടുതലും ലിവർ രോഗങ്ങൾ കണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ രീതിയെല്ലാം മാറി നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ്, മദ്യം ഉപയോഗിക്കുന്നില്ലെങ്കിലും അവരിലും ഈ രോഗം ധാരാളം കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മുടെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, വ്യായാമമില്ലാത്ത മടി പിടിച്ചിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഉറക്കം പ്രോപ്പറല്ല, ഇത്തരം കാരണങ്ങളാലെല്ലാം ലിവർ രോഗങ്ങൾ അധികരിക്കുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ എങ്ങനെ നാച്ചുറലായിട്ടുള്ള രീതിയിൽ പ്രതിരോധിക്കാം, പരിഹരിക്കാം എന്ന് നോക്കാം. അക്യുപഞ്ചർ തിയറി അനുസരിച്ചിട്ട് 12 പ്രധാനപ്പെട്ട അവയവങ്ങളെ അക്യുപഞ്ചർ ചാനലുകളായിട്ട്, മെറീഡിയൻസ് ആയിട്ട് അറിയപ്പെടുന്നു. അതിൽ ലിവർ മെറീഡിയൻ്റെ എനർജി ഫ്ലോ ടൈം എന്ന് പറയുന്നത് രാത്രി 11 മണി മുതൽ 3 മണി വരെയാണ്. ആ 2 മണിക്കൂർ നേരം പ്രോപ്പറായ രീതിയിൽ ഡീപ്പ് സ്ലീപ്പ് അനിവാര്യമാണ്. കാരണം നമ്മുടെ ലിവർ റെജുവിനേറ്റ് ചെയ്യുന്നതിനും ഡിറ്റോക്സിഫിക്കേഷൻ നടക്കണമെങ്കിലും അതിൻ്റെ എല്ലാ കേടുപാടുകളും തീർത്ത് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരണമെങ്കിലും ആ 2 മണിക്കൂർ നേരം പരിപൂർണ റെസ്റ്റ് ആവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ഉറങ്ങാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ മറ്റ് യാത്ര ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലിവറിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഉറക്കം പ്രോപ്പറാക്കുക എന്നുള്ളതാണ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഭക്ഷണം കഴിക്കുക. ഉറങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പായെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ അൾനാർ ബോൺ, ഈ സൈഡിലൂടെ വരുന്ന അൾനാർ ബോണിനോട് ചേർന്നിട്ടുള്ള സെൻട്രൽ പോയിന്റ്, ഇപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഞെക്കി വരാം, ഏകദേശം മിഡിൽ പോയിന്റ് എത്തുന്ന സമയത്ത് എല്ല് ചേർത്ത് വേണം ഞെക്കി വരാൻ വേണ്ടിയിട്ട്. മിഡിൽ ഭാഗത്തായിട്ട് ഒരു പെയിൻഫുൾ ടെൻഡർനെസ് കിട്ടുന്ന ഒരു പോയിന്റ് കിട്ടും. അത് ഈ ലിവർ അസുഖമുള്ള ആളുകളിൽ കുറച്ചധികം വേദന ഉണ്ടാവും. ആ ഏരിയയിൽ നന്നായി പ്രസ് ചെയ്ത് റിലീസ് ചെയ്യാം. അതുപോലെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ടും 1 മിനിറ്റോളം പ്രഷർ നൽകാവുന്നതാണ്. അത് മോർണിംഗ് നമ്മളൊരു കയ്യിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് ഓപ്പോസിറ്റ് കയ്യിൽ ചെയ്യാം. അടുത്തതായിട്ട് നിങ്ങളുടെ ഇടത് കൈയിൽ ഈ ഭാഗത്തായിട്ട് ഈ ഒരു ഏരിയ, ഈ ഭാഗത്ത് പെരുവിരൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പമ്പ് ചെയ്യുന്ന രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക 30 തവണ. ഇതൊരു ലിവർ കറസ്പോണ്ടൻ്റ് ഏരിയ ആണ്. ഈ ഏരിയയിൽ 30 തവണ പ്രസ് ചെയ്ത് റിലീസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 3 തവണ ചെയ്താൽ മതിയാവുന്നതാണ്. ഇന്ന് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ ശേഷം റിപ്പീറ്റ് ചെയ്യാം.
ലിവർ മെറീഡിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കാലുകളിലെ പെരുവിരലിൽ നിന്നാണ്. ആ ഭാഗം മുതൽ മുകളിലേക്കായിട്ട് ആ മെറീഡിയനിൽ ഒരു മസാജ് ചെയ്യുക. മെറീഡിയൻ മസാജ് എന്ന് പറയും. ലിവർ 3 പോയിന്റ് വരെ മസാജ് ചെയ്യുന്നത് ലിവർ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളെയും മാറ്റിയെടുക്കാൻ വളരെ സഹായകരമാണ്. അത് ചെയ്യുന്ന രീതി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ലിവർ ചാനൽ എങ്ങനെ മസാജ് ചെയ്യാൻ നോക്കാം. ആദ്യം ഇതുപോലുള്ളൊരു ടൂള്, ഈ ടൂള് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പകരം നമ്മുടെ സ്കൂൾ കുട്ടികളിൽ ഉപയോഗപ്പെടുത്തുന്ന പെൻസിൽ ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പേനയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്നും ഇതേ രീതിയിൽ പ്രസ് ചെയ്ത് ഇതുപോലെ മുകളിലേക്കായിട്ട് കൊണ്ടുവരാം. ഈ പോയിന്റ് വരെ എത്തിക്കഴിഞ്ഞാൽ ലിവർ 3 പോയിന്റായി. ലിവർ 1 പോയിന്റാണിത്. അവിടുന്ന് ഇതിൽ വന്ന് ലിവർ 2 പോയിന്റ്, നെക്സ്റ്റ് ലിവർ 3 പോയിന്റ്. മുകളിലേക്കായിട്ട് ഏകദേശം 30 പ്രാവശ്യം മസാജ് ചെയ്യാം. അത് 2 കാലുകളിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ള അക്യുപ്രഷർ രീതി, ഒന്ന് കയ്യിലാണ്, ബോണിനോട് ചേർന്നിട്ടുള്ള ഉൾസൈഡിലായിട്ട് വേദനയുള്ള പോയിന്റ് നോക്കി 1 മിനിറ്റോളം പ്രസ് ചെയ്യാം. മറ്റൊന്ന് കയ്യിൽ ആഴ്ചയിൽ 3 ദിവസം ചെയ്യേണ്ടത് ലിവർ ഏരിയയിൽ പ്രസ് ചെയ്ത് 30 തവണ ചെയ്യാം. 30 തവണ പ്രസ് ചെയ്തുകൊണ്ട് മസാജ് പോലെ ചെയ്യും. മൂന്നാമതായിട്ട് മെറീഡിയൻ മസാജ്. നമ്മുടെ കാലുകളിലെ ലിവർ ചാനൽ ആരംഭിക്കുന്ന പോയിന്റിൽ നിന്നും 1, 2, 3 ലിവർ 3 പോയിന്റുകളെ മസാജ് ചെയ്യാം. താഴെ നിന്നും മുകളിലേക്ക്, ബോഡിയുടെ മുകൾ ഭാഗത്തേക്ക് ഡയറക്ഷനിൽ മസാജ് ചെയ്യാം. ഈ അക്യുപ്രഷർ രീതി തന്നെ ചെയ്താൽ വളരെ വേഗത്തിൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് കളർ ഹീലിംഗ് ആണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് കളർ തെറാപ്പി. കളർ തെറാപ്പിയിൽ നമ്മൾ ലിവറിനെ, അതിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നതിനും ലിവറിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ലിവറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഫാറ്റിനെ അലിയിപ്പിച്ച് കളയുന്നതിനും സഹായിക്കുന്ന കളർ പ്രോട്ടോക്കോളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് കൃത്യമായ രീതിയിൽ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. ഇടത് കൈയിലെ 3ാമത്തെ ജോയിന്റ് ഈ ലൈനിനോട് ചേർന്നുകൊണ്ട് നമ്പർ 3 എന്ന് എഴുതി കൊടുക്കുക, സ്കൈ ബ്ലൂ ഉപയോഗിച്ചിട്ട്. നമ്പർ 3 എന്ന് കയ്യിൽ എഴുതി കൊടുക്കുക. റിഫ്ലക്സ് ലിവർ ഏരിയയിൽ നമ്പർ 3 എന്ന് എഴുതാം. ഈ 2 പോയിന്റുകളിൽ നമ്പർ 3 എന്ന് എഴുതി കഴിഞ്ഞാൽ ലിവർ ചാനലിൽ, ലിവർ ഓർഗനിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. അതുകൊണ്ട് മെറ്റബോളിസം ഫാസ്റ്റായിട്ട് നടക്കും. ഫാറ്റ് മെറ്റബോളിസം നടക്കുമ്പോൾ, പ്രോപ്പറായി നടക്കുമ്പോൾ നമ്മളെ കൊളസ്ട്രോൾ കുറയാൻ തുടങ്ങും. ഫാറ്റി ലിവർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇത് 3 ദിവസം, ആഴ്ചയിൽ 3 ദിവസം നമ്പർ 3 എന്ന് ഈ ഭാഗങ്ങളിൽ എഴുതുക. അടുത്ത 3 ദിവസം നമ്പർ 6 എന്നുള്ളത് ഓറഞ്ച് കൊണ്ട് എഴുതുക. നമ്പർ 6 എന്നുള്ളത് ഓറഞ്ച് കൊണ്ട് എഴുതുക. അത് അതേ സ്ഥാനത്ത് എഴുതുക. 2 ഒന്നിച്ച് എഴുതരുത്. 3 ദിവസം തുടർച്ചയായിട്ട് നമ്പർ 3 സ്കൈ ബ്ലൂ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അടുത്ത 3 ദിവസം നമ്പർ 6 എന്നുള്ളത് ഓറഞ്ച് കൊണ്ട് സെയിം ഏരിയയിൽ എഴുതുക. അതുപോലെ തന്നെ ഫാറ്റി ലിവർ റെഡ്യൂസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല ഭക്ഷണ രീതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നേരത്തെ ഭക്ഷണം നമ്മൾ വെജിറ്റബിൾ സൂപ്പാക്കി മാറ്റുക. അതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ്. അപ്പോൾ നല്ലൊരു വെജിറ്റബിൾ സൂപ്പ് രാത്രിയാവാം, നേരത്തെ കഴിക്കുക. ഒരു വെജിറ്റബിൾ സൂപ്പ്, അതിൽ എല്ലാ വെജിറ്റബിൾസും ചേർക്കാം. ഓക്കെ, അതിൽ മുളകിൻ്റെ ഉപയോഗം
നമ്മൾ ഒഴിവാക്കുക. അതിന് പകരം പച്ചമുളക്, കുരുമുളക് പൗഡറൊക്കെ ചേർക്കാം. ആ സൂപ്പിൽ വേണമെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ റാഗി പച്ചവെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്ത് അതുകൂടെ ചേർത്ത് വെന്ത് വരുമ്പോൾ നമുക്ക് ഇറക്കി വെച്ച് പാകത്തിനുള്ള ചൂടിൽ ഉപയോഗിക്കാവുന്നതാണ്. റാഗിക്ക് പകരമായിട്ട് ബാർലി പൗഡർ ചേർക്കാം, അതല്ലെങ്കിൽ നമുക്ക് റോൾഡ് ഓട്സ് ചേർക്കാം. അപ്പം അങ്ങനെ തയ്യാറാക്കുന്ന ഒരു സൂപ്പ് ഒരു നേരം കഴിക്കാം. വെജിറ്റബിൾസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ചേർക്കാമെങ്കിലും ബീട്രൂട്ട് പോലുള്ളത്, ക്യാരറ്റ്, തക്കാളി അങ്ങനത്തതെല്ലാം കൂടുതൽ ചേർക്കാം. ഡെയിലി കഴിച്ചു വരാം. അത് നമ്മുടെ ഡിറ്റോക്സിഫിക്കേഷൻ എളുപ്പമാക്കും, ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും, ബോഡി വെയിറ്റ് മാനേജ് ചെയ്യാനും, ഷുഗർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ അത് സഹായിക്കുന്നതാണ്. സ്മൂത്തി പോലെയുള്ള ജ്യൂസ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് ഞാൻ പറയാം. നമ്മുടെ പഴുത്ത പപ്പായയുടെ ഒരു 100 ഗ്രാം വരുന്ന ഒരു പീസ്, അതുപോലെ കുക്കുംബർ 100 ഗ്രാമോളം വരുന്ന ഒരു പീസ്, അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പൈനാപ്പിൾ ഒരു 100 ഗ്രാമിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ വരുന്ന കറുത്ത വിത്ത് വരുന്ന ഭാഗങ്ങളൊക്കെ ചുരുങ്ങി ഒഴിവാക്കി ക്ലീൻ ചെയ്ത് വെക്കാം. ഇത് മൂന്നും വെള്ളമോ പാലോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ നേരെ ഗ്രൈൻഡറിൽ മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ, വെള്ളത്തിൽ കുതിർത്തത് 1 ടേബിൾ സ്പൂൺ ഇതിൽ മിക്സ് ചെയ്യാം. അത് കഴിക്കാം. അപ്പോൾ ഏകദേശം 300 ഗ്രാമിൻ്റെ ഒരു സ്മൂത്തി. അപ്പം അത് വേണമെങ്കിൽ നമുക്ക് ഒരു നേരം ഭക്ഷണമാക്കി കഴിക്കാം. അത് കഴിച്ച ശേഷം വിശപ്പില്ലെങ്കിൽ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നന്നാവും. ചിയാ സീഡ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത്ര വിശപ്പോ ക്ഷീണോ പിന്നീട് ഉണ്ടാവില്ല. ഇതും നിങ്ങളുടെ ലിവർ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാൻ വളരെ നല്ലതാണ്. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫ്ലാക്സ് ഓയിൽ രൂപത്തിൽ, ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് രാത്രിയിൽ ആഫ്റ്റർ ഫുഡ് കഴിക്കാവുന്നതാണ്. അതുപോലെ omega-3 ഫാറ്റി ആസിഡ്, മീനൊളിക, അതും രാത്രിയിൽ ഭക്ഷണശേഷം കഴിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ വൈറ്റമിൻ D3+K2 ടാബ്ലറ്റ് ഡെയിലി ഡോസ് 1 വീതം കഴിക്കാവുന്നതാണ്. ഇതെല്ലാം ലിവർ ഡാമേജ് കുറക്കുന്നതിന് സഹായകരമാണ്. അതുപോലെ തന്നെ ബട്ടർ ഫ്രൂട്ട്, അവോക്കാഡോ, അതിൻ്റെ നമ്മൾ സലാഡുകളിൽ ചേർത്ത് കഴിക്കാം. അതല്ലെങ്കിൽ അത് മറ്റ് പഞ്ചസാര പാല് ചേർക്കാത്ത രീതിയിൽ ജ്യൂസ് ഫോമിലും കഴിക്കാവുന്നതാണ്. പിന്നെ സലാഡുകൾ ഭക്ഷണത്തിന് മുമ്പായിട്ട്, ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് 1 കപ്പോളം, ഏകദേശം 200 ഗ്രാമോളം റോ വെജിറ്റബിൾ സലാഡ്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ചേർത്തുകൊണ്ട് വെജിറ്റബിൾ സലാഡ് കഴിച്ച് തീർത്തതിന് ശേഷം ബാക്കിയുള്ള വിശപ്പിനനുസരിച്ചിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ശീലിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വെയിറ്റ് മാനേജ്മെൻറ്റ് നടക്കും, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കും, ലിവർ ഡിറ്റോക്സിഫിക്കേഷൻ സംഭവിക്കും, ലിവറിന് ഒരുപാട് റെസ്റ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ലിവറിന് അനാവശ്യമായിട്ടുള്ള കലോറി ഉള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ കൂടുതൽ അന്നജം കഴിക്കുന്നതാണ് ലിവറിൽ പിന്നീട് ഫാറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അന്നജത്തിൻ്റെ അളവ് ഭക്ഷണങ്ങളിൽ കുറക്കാം. അതിന് പകരം വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും ഒക്കെയുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇതേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, സലാഡുകൾ, സൂപ്പുകൾ, ഇതെല്ലാം കൂടുതൽ ഉപയോഗപ്പെടുത്താം. ഫ്രൂട്ട്സിൻ്റെ ഉപയോഗം, ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അതുപോലെ ഷുഗർ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ബ്ലാക്ക് കോഫിയാണ് വിത്ത് ബട്ടർ കോഫി, ഷുഗർ ആഡ് ചെയ്യാതെ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് ലിവർ ഡീടോക്സിഫിക്കേഷന് വളരെ നല്ലതാണ്. അതുപോലെ നമുക്ക് ഫ്ലാക്സ് സീഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നല്ല ഡ്രിങ്ക് ഉണ്ടാക്കാൻ പറ്റും. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്, അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും ചേർത്തുകൊണ്ട് നമുക്ക് 1 ലിറ്റർ വെള്ളം തിളപ്പിച്ച് വെക്കാം. അതിൽ നിന്നും പല സമയങ്ങളിലായിട്ട് പകൽ സമയത്ത് ആ വെള്ളം കുടിച്ച് തീർക്കാം. ഇതെല്ലാം നമ്മുടെ ഈ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ വളരെ ഗുണകരമാണ്.
നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് പോകുന്നതിൻ്റെ 5 ദിവസം തുടർച്ചയായിട്ട് പൂവാൻ കുറുന്നൽ എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യം, അതൊരു വയലറ്റ് പിങ്ക് നിറത്തിലുള്ള പുഷ്പം ഉണ്ടാവും, അല്ലെങ്കിൽ വൈറ്റ് നിറത്തിലുള്ള പൂവും കാണാറുണ്ട്. അത് വേരോടുകൂടെ പറിച്ചത് 3, വലുതാണെങ്കിൽ 3 മതി. അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ചതച്ചിട്ട് കിഴി പോലെ നല്ല തുണിയിൽ കെട്ടിയെടുക്കാം. ഒരു 1 ലിറ്റർ വെള്ളത്തിൽ അത് നന്നായി തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സാധാ കഞ്ഞി വെക്കുന്ന കുത്തരി അല്ലെങ്കിൽ പൊടിയരിക്കഞ്ഞി എന്നൊക്കെ പറയുന്ന ആ തവിടുള്ള അരി ചേർത്ത് കഞ്ഞി വെക്കുക. കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി കുടിക്കുക തുടർച്ചയായിട്ട് 5 ദിവസം, ഒരു നേരത്തെ ഭക്ഷണമായിട്ട്. അതിനുശേഷം പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ മിറാക്കിളായിട്ടുള്ള റിസൾട്ട് കാണാവുന്നതാണ്. SGPT SGOTയിലൊക്കെ അതെല്ലാം നോർമലിലേക്ക് തന്നെ വരും. അത് 100ന്റെ മുകളിലുണ്ടെങ്കിലും നല്ല രീതിയിൽ അത് കുറഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. യോഗയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് യോഗയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് മുദ്രയാണ്. കുശാൻ മുദ്ര എന്ന് പറഞ്ഞാൽ ഇടത് കൈയിൽ അപാന മുദ്ര ചെയ്യുക, ഇടത് കൈയിൽ. വലത് കൈയിൽ വ്യാനമുദ്ര, അതായത് പെരുവിരല്, ചൂണ്ടുവിരൽ, നടുവിരൽ ചേർത്ത് പിടിക്കാം. മറ്റ് 2 വിരൽ നിവർത്തി പിടിക്കാം. ഇടത് കൈയിൽ നടുവിരലും മോതിരവിരലും പെരുവിരലിലേക്ക് യോജിപ്പിച്ച് പിടിക്കാം. സ്വസ്ഥമായ രീതിയിൽ ഇരുന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് ബ്രീത്ത് ചെയ്ത് വിടാം. ഒരു 10 മിനിറ്റ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ഇത് ലിവർ ഹെൽത്ത്, ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന മുദ്രയാണ് കുശാൻ മുദ്ര. കുശാൻ മുദ്ര എന്ന് പറഞ്ഞാൽ ജസ്റ്റർ ഫോർ നൗറിഷ്മെന്റ് എന്നാണ്. അതുപോലെ യോഗ ആസനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധനുരാസനം, മണ്ഡൂകാസനം, അതുപോലെ തന്നെ പശ്ചിമോത്ഥാനാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം തുടങ്ങിയ നിരവധി ആസനങ്ങൾ ലിവർ ഹെൽത്തിനും ഡൈജസ്റ്റീവ് ഹെൽത്തിനെല്ലാം ബെറ്ററാണ്. പക്ഷെ അതെല്ലാം പ്രോപ്പർ ഗൈഡൻസിലും നേരത്തെ എന്തെങ്കിലും എക്സസൈസ് യോഗ ചെയ്യുന്ന ആളുകൾക്കുമാണ് പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അല്ലെങ്കിൽ ഒരു ഗൈഡൻസോടുകൂടെ പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ കപാലഭാതി പ്രാണായാമം ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമുള്ള ആളുകൾ, ഹൈപ്പർ ടെൻഷനുള്ള ആളുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗൈഡൻസോടുകൂടെ ചെയ്യാം. നോർമലായ രീതിയിൽ ശ്വാസം എടുക്കും. ശ്വാസം പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി നമ്മൾ എഫേർട്ട് കൊടുത്ത് വയറിനെ ഉള്ളിലേക്ക് വലിച്ച് ചുരുക്കി പുറത്തേക്ക് ശ്വാസം വിടണം. ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാനാണ് പവർ ഉപയോഗിക്കുന്നത്. അകത്തേക്ക് പാസീവായ രീതിയിൽ അനായാസം ശ്വാസം എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു 20 മുതൽ 30 സ്ട്രോക്ക് ചെയ്യാം. അതിനുശേഷം കുറച്ച് നേരം നോർമൽ ബ്രീത്ത് ചെയ്ത് റിലാക്സ് ചെയ്ത ശേഷം വീണ്ടും ആവർത്തിക്കുക. അങ്ങനെ ഒരു 3 മുതൽ 5 സെറ്റ് വരെ റിപ്പീറ്റ് ചെയ്യാം. ഇത് ഭക്ഷണം കഴിച്ച് ഉടനെ ചെയ്യരുത്, ഭക്ഷണത്തിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള അക്യുപ്രഷർ രീതി, അതുപോലെ തന്നെ കളർ തെറാപ്പി, കാലിലുള്ള മെറീഡിയൻ മസാജ്, യോഗയിലെ കുറച്ച് ടിപ്പുകൾ, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഉറക്കത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, വ്യായാമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഫാറ്റി ലിവർ എന്ന അസുഖത്തെ നമുക്ക് എന്നേക്കുമായിട്ട് മറക്കാൻ പറ്റും. അതിനെ മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും. ഫാറ്റി ലിവർ എന്നത് ഒരു മരുന്ന് കഴിച്ച് മാറ്റേണ്ട അസുഖമല്ല. നിങ്ങളിലാണ് അതിൻ്റെ ഔഷധം കിടക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ നല്ലൊരു ശ്വസനം അതൊരു ഔഷധമാണ്. നല്ല ഉറക്കം അത് ഒരു ഔഷധമാണ്. നല്ല വ്യായാമം അതൊരു ഔഷധമാണ്. നല്ല ഭക്ഷണം അതൊരു ഔഷധമാണ്. ഔഷധം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക. തീർച്ചയായിട്ടും എല്ലാ അസുഖങ്ങളും മാറ്റിയെടുക്കാൻ സാധ്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ലൈക്കും കമൻറ്റും എല്ലാം രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.